നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ബലാത്സംഗത്തെ ജാതിയും വിശ്വാസവുമായി ബന്ധപ്പെടുത്തി പരാമർശം നടത്തിയ കോൺഗ്രസ് MLA വിവാദത്തിൽ. മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA ഫൂൽ സിംഗ് ബരയാണ് വിവാദ പരാമർശം നടത്തിയത്. പിന്നോക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ പുണ്യം ലഭിക്കുമെന്ന് വേദഗ്രന്ഥങ്ങളിലുണ്ട്. അതിനാലാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ നിരന്തരം ബലാത്സംഗത്തിന് ഇരയാകുന്നതെന്നായിരുന്നു വിവാദ പരാമർശം. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ മാരിക്കാരൻ, വിവാദ പരാമർശം നടത്തിയിരിക്കുന്ന ഒരു കോൺഗ്രസ് MLA ആണ്. എന്താണ് ഇയാൾ പറയുന്നത്? ശ്രുതി, അത്യന്തം വിവാദം ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA ഫൂൽ സിംഗ് ബരയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ജാതീയമായും സ്ത്രീവിരുദ്ധമായ പരാമർശമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന നിസ്സംശയം പറയാൻ കഴിയും. പ്രധാനമായും അയാൾ പറയുന്നത്, ഈ MLA പറയുന്നത്, സാധാരണഗതിയിൽ പട്ടികജാതി പട്ടികവർഗം അതോടൊപ്പം തന്നെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകളാണ് ബലാത്സംഗത്തിന് ഇരയാകുന്നത്. ഇത്തരത്തിലുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ തീർത്ഥാടന പുണ്യം ലഭിക്കും എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരകളാകുന്നത് എന്നാണ് MLA പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ തീർത്ഥാടനത്തിന് പോകാൻ കഴിയാത്തവർ ഇങ്ങനെയുള്ള ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നു. അതവർ സമ്മതിക്കാതെ വരുമ്പോൾ വെളിച്ചത്തോ ഈട്ടത്തോ വെച്ച് ഇവരെ ബലാത്സംഗം ചെയ്യുക അല്ലെങ്കിൽ പീഡിപ്പിക്കുക ചെയ്യുന്ന തുടരുന്നു എന്ന് MLA പറയുന്നു. ചില സ്ത്രീകൾ ഇത്തരത്തിൽ ബലാത്സംഗത്തിൽ സമ്മതിക്കാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആളുകൾ ചെറിയ കുട്ടികളെ അടക്കം ബലാത്സംഗം ചെയ്യുന്നതടക്കമുള്ള പരാമർശവും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. വഴി നടന്നു പോകുന്ന ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ ബലാത്സംഗം ചെയ്യാൻ തോന്നുന്നു എന്നടക്കമുള്ള പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കും. തികച്ചും സ്ത്രീവിരുദ്ധമായ പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മധ്യപ്രദേശിൽ നിന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി സന്ദർശനം നടക്കുന്ന ഇടയിലാണ് ഈ വിവാദം ആളിക്കത്തിയത് എന്നും പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് നേതൃത്വം പരമാവധി ഇതിൽ നിന്ന് അകലം പാലിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അടക്കം ഇത് തള്ളിപ്പറഞ്ഞു. ഇദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും BJP വ്യക്തമാക്കുന്നത് ലൈംഗിക വൈകൃതത്തിന്റെ ഭാഷയാണ് MLA പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അത്യന്തം ഗൗരവകരമായ പരാമർശമാണ് MLAയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ അവമാനിക്കുന്ന പരാമർശം ഉണ്ടായിരിക്കുന്നു. ജാതിയുടെയും സ്ത്രീയുടെയും പേരിൽ ഇത്തരത്തിൽ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു തരത്തിലും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: പിന്നോക്ക ജാതിയിൽ നിൽക്കുന്ന സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് കാരണം അത്തരം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് പുണ്യം കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന പരാമർശമാണ് ഉണ്ടായിരുന്നത്. ഇതിലെ വലിയ വിമർശനം ഇപ്പോൾ എന്താണെങ്കിലും പ്രതിഷേധവും മധ്യപ്രദേശ് തുടരുകയും ചെയ്യുന്നുണ്ട്. ശ്രുതി, ശരി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.